എല്ലാവർക്കും വായനാ ദിനാശംസകൾ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കരുടെ മഹത്തായ സന്ദേശം ഓർമ്മിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ വായനാനുഭവങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ വായനാ ലോകത്തെ മാറ്റിമറിച്ച, ഒരുപാട് കാലം മനസ്സിനെ വേട്ടയാടിയ ഒരുപാട് പുസ്തകങ്ങൾ കാണും. ഭാരതീയ സാഹിത്യത്തിലെയും മലയാളി വായനക്കാരുടെയും ഹൃദയങ്ങളിൽ എന്നും സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന വിവർത്തന നോവലിനെ കുറിച്ച് നമുക്ക് പറയാം. മഹാഭാരതത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ വായനക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതുമായ ഒരു കഥാപാത്രമാണ് സൂര്യപുത്രനായ കർണൻ. ജന്മം കൊണ്ട് ക്ഷത്രിയനായിട്ടും വളർന്ന സാഹചര്യം കൊണ്ട് സൂതപുത്രൻ എന്ന് വിളിച്ച് സമൂഹം മാറ്റി നിർത്തിയ ഒരു മനുഷ്യന്റെ ആത്മസംഘർഷങ്ങളുടെയും ആത്മാഭിമാനത്തിൻ്റെയും കഥയാണ് ഈ നോവൽ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട സൂര്യപുത്രന്റെ കഥയാണിത്. ജനിച്ചപ്പോൾ മുതൽ വിധി വേട്ടയാടിയിട്ടും സൂതപുത്രൻ എന്ന് വിളിച്ച് സമൂഹം മാറ്റി നിർത്തിയിട്ടും സ്വന്തം കർമ്മശേഷി കൊണ്ടും ദാനശീലത കൊണ്ടും ചരിത്രത്തിൽ അമരത്വം നേടിയ നായകനാണ് കർണൻ. തൻ്റെ മരണം ഉറപ്പായിട്ടും സുഹൃത്തായ ദുര്യോധനനെ കൈവിടാത്ത സൗഹൃദത്തിൻ്റെ ആഴവും ജീവരക്ഷയായ കവചകുണ്ടലങ്ങൾ പോലും ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇന്ദ്രന് ദാനം ചെയ്ത കർണന്റെ ത്യാഗമനസ്സും ഈ നോവലിൽ ഹൃദയസ്പർശിയായി വിവരിക്കുന്നുണ്ട്. വിധി എണ്ണമറ്റ പരീക്ഷണങ്ങൾ മുന്നിലേക്ക് എറിഞ്ഞിട്ടും സ്വന്തം തത്വങ്ങളിൽ നിന്ന്, ധർമ്മത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് പോകാത്ത ധീരനായിരുന്നു കർണൻ. മൃത്യുവെ പോലും തോൽപ്പിച്ചവനാണ് കർണൻ. അതുകൊണ്ടാണ് ഈ കൃതിക്ക് മറാത്തിയിൽ മൃത്യുഞ്ജയൻ എന്ന പേരിട്ടത്. ജയപരാജയങ്ങൾക്കപ്പുറം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തോട് എങ്ങനെ പോരാടി എന്നതിൻ്റെ നേർചിത്രമാണ് ഈ നോവൽ. തോറ്റുപോയവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാൻ നമ്മെ പഠിപ്പിച്ച കൃതിയാണത്. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. ഈ വായനാ ദിനത്തിൽ കർണനെ പോലെ ഹൃദയത്തിൽ തൊട്ട നല്ല പുസ്തകങ്ങളെ നമുക്ക് വീണ്ടും ഓർക്കാം. പുതിയ പുസ്തകങ്ങളിലേക്ക് നമ്മുടെ വായനയെ വ്യാപിപ്പിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിന ആശംസകൾ.